Hello friends, we have a new video. This video is delay because we have a camera and a studio upgrade. So, this setup is any videos. This video is actually fitness premium. We have designed an arm band GetFit. Now, many companies bands use it. A common feature is exercise count. Now, market available bands are 10-20 exercise count. But our band is exercise count just data add പിന്നെ എല്ലാ ബാൻഡ്സിലും അവൈലബിൾ ആയിട്ടുള്ള കമ്പാനിയൻ ആപ്പ് ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പാനിയൻ ആപ്പ് കാണാം. ഈ ആപ്പിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേഴ്സണൽ ഇൻഫർമേഷൻ സെറ്റ് ചെയ്യണം. ലൈക്ക് പേര്, ജെൻഡർ, ഹൈറ്റും വെയ്റ്റും. എന്നിട്ട് സബ്മിറ്റ് അടിക്കുക. സ്റ്റാർട്ട് വർക്കൗട്ട് ബട്ടൺ അടിക്കുന്നതിന് മുമ്പ് ഈ ആപ്പ് ബാൻഡുമായിട്ട് പെയർ ചെയ്യണം. ഇതുപോലെ അങ്ങനെ പെയർ ചെയ്തിട്ട് എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് സ്റ്റാർട്ട് അടിക്കുക. അത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് അടിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സസൈസിൻ്റെ കൗണ്ടും പിന്നെ അതിലൂടെ അത്ര കലോറി ബേൺ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ ആപ്പിൽ കാണാൻ പറ്റും. വർക്കിംഗ് കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ജസ്റ്റ് പരിചയപ്പെടാം. ഈ എക്സസൈസൊക്കെ കൗണ്ട് ചെയ്യാൻ നമുക്കൊരു മോഡൽ വേണം. അത് നമ്മൾ ആക്കിയെടുക്കുന്ന 𝐿 സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. ഈ മോഡൽ ജനറേറ്റ് ചെയ്യാൻ നമ്മുടെ ഡാറ്റ ഫസ്റ്റ് കളക്ട് ചെയ്യാം. അറ്റ് പ്രസൻറ്റ് ഞങ്ങൾ 3 എക്സസൈസ് മാത്രം കൗണ്ട് ചെയ്യുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. അതായത് പുഷപ്പ്, ആം സർക്കിൾസ്, പിന്നെ സ്ക്വാറ്റ്സ്. സോ അതിൻ്റെ ഡാറ്റ മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. നമുക്ക് എത്ര എക്സസൈസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് ഇവിടെ കൊടുത്താൽ മതി. ഡാറ്റയൊക്കെ റെഡിയാണ് ഫ്രണ്ട്സ്. അങ്ങനെയാണ് നമുക്ക് മോഡൽ ജനറേറ്റ് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു ലെങ്തി പ്രോസസ്സാണ്, കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഫൈനലി നമ്മുടെ മോഡൽ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോഡൽ എടുത്തിട്ട് നമ്മുടെ മെയിൻ ബോർഡിൽ ഡിപ്ലോയ് ചെയ്യാം. ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ ഈ പ്രോജക്റ്റിൽ എടുത്ത മെയിൻ ബോർഡ്, Arduino Nano 33 BLE സെൻസർ. ഇതിൻ്റെ കേസ് ഫ്യൂഷൻ 360 ഡിസൈൻ ചെയ്ത് 3D പ്രിൻ്റ് അടിച്ചതാണ്. ഇനി ഈ കേസിൽ ഒരു സ്ട്രാപ്പ് മെക്കാനിസം ആക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ തടിക്കനുസരിച്ച് ഈ ബാൻഡ് നമുക്ക് ഇടാൻ പറ്റും. ഇനി നമുക്ക് ബാക്കി കമ്പോണൻസ് ഒക്കെ വെച്ചിട്ട് ഫുൾ അസംബ്ലി ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമില്ലെങ്കിൽ റൈറ്റപ്പ് നോക്കാവുന്നതാണ്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും നമ്മൾ. സോ ഫൈനലി നമ്മുടെ ഡിവൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റിയൽ വേൾഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന്. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂഷ്വലി പോകുന്ന ജിമ്മിലാണ്. ഈ ജിമ്മ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാൻ നല്ലൊരു ആംബിയൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ജിമ്മിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്ക് കയറി നോക്കാവുന്നതാണ്. നമ്മുടെ ബാൻഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന എൻ്റെ ഒരു ജിമ്മേറ്റ് ആണ്. പുള്ളിയുടെ കയ്യിൽ ബാൻഡ് ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പെയർ ചെയ്യാം, എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഓ ഗൈസ്, സംഭവം വർക്കിംഗ് ആണ്. കറക്റ്റായിട്ടൊക്കെ കൗണ്ടൊക്കെ കിട്ടുന്നുണ്ട്. ഈവൻ ദോ കൗണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് ബഗ്സൊക്കെ കോഡിലുണ്ട്. അത് നമ്മൾ അടുത്ത വർഷത്തിൽ ഫിക്സ് ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് അപ്ഡേറ്റിൽ നമ്മൾ ഹേർട്ട് റേറ്റ് സെൻസറും സ്വെറ്റ് സെൻസറൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് 𝐂𝐫𝐞𝐭 ഫാമിലി മെമ്പർ ആവുക. അപ്പോൾ നമുക്ക് പുതിയ പ്രോജക്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.